ഇന്ന് വീണ്ടും പഴയ ആലുവ അടുപ്പ് ഒരു 10 വർഷത്തിന് മേലെ 11 വർഷമായി എന്നാണ് പറഞ്ഞത്. ഈ അടുപ്പ് പൊളിച്ചു പണിയുന്നതിനാണ് എത്തിയിരിക്കുന്നത്. ഈ അടുപ്പിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. 10 വർഷത്തിന് മുമ്പ് തന്നെ അടുപ്പ് കത്താൻ തുടങ്ങിയിട്ടുണ്ട്. 10 വർഷം ഒരു ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഈ ഷീറ്റൊക്കെ ഇതുപോലെ ദ്രവിച്ച് കത്തിപ്പോയിട്ടുണ്ട്. ഇത് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. ഇതിൻ്റെ സൈഡിലെ ടൈലൊക്കെ കരി പിടിച്ച് ഇത്തിരി മോശമായിട്ടാണ് നിൽക്കുന്നത്. ഇത് കഴുകി വൃത്തിയാക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടൈൽസിൻ്റെ കോലം കാണുമ്പോൾ അത്ര ക്ലിയറായിട്ട് കഴുകാൻ പറ്റും തോന്നുന്നില്ല. എന്നാലും ഞങ്ങൾ പൊളിച്ചു കഴിഞ്ഞാൽ അടുപ്പ് കഴുകി ടൈൽസൊക്കെ വൃത്തിയാക്കാറുണ്ട്. ഇതിൻ്റെ പഴയ ടൈൽസ് പൊളിക്കാതെ എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടൈൽസിന് കേടുവരുത്താതെ അടുപ്പ് മാറ്റി കൊടുക്കാനാണ് പാർട്ടി ആവശ്യപ്പെട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് വളരെ ശ്രദ്ധിച്ചാണ് ഈ അടുപ്പ് പൊളിച്ചെടുക്കുന്നത്. ഈ പൊളിച്ചെടുക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്. വളരെ ബുദ്ധിമുട്ടൊന്നും കൂടാതെ തന്നെ ഇത് പൊളിക്കാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ അടിയിലത്തെ അവസ്ഥ. ഇതിൻ്റെ കാസ്റ്റ് അയണൊക്കെ ദ്രവിച്ച് പോയി. 3 പീസായിട്ടൊക്കെ വെക്കുന്ന കാസ്റ്റ് അയൺ പീസാണ് ഇതിൽ അടി ഭാഗത്ത് വയ്ക്കുക. മുകളിൽ മാത്രമേ ഇത് കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ. ഇതാണ് ഇത്തരം അടുപ്പുകളുടെയൊക്കെ ഒരവസ്ഥ. ഇതിൻ്റെ ഹോളൊക്കെ വളരെ ചെറുതായി പോയി. അടവുമുണ്ട്, കരി പിടിച്ചിട്ട് അടഞ്ഞിട്ടുണ്ട്. പിന്നെ ഹോൾ ചെറുതാണ്. ഇത് ഇത്ര ഈസിയായിട്ട് പൊളിക്കാൻ പറ്റിയൊരടുത്ത് പടുത്തൊന്നും ഞങ്ങൾ പൊളിച്ചിട്ടില്ല. വളരെ ഈസിയായിട്ടാണ് ഇത് പൊളിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ വെറും മണ്ണാണ് തോന്നുന്നത്. വളരെ മിഷൻ വയ്ക്കുമ്പോഴേക്കും കംപ്ലീറ്റ് ഇളകി പോരുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് പൊളിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലെ ടൈലൊക്കെ കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ ഈ പൊത്തും വലുതാക്കി, പുറത്തേക്ക് പോകുന്ന ഹോള് വലുതാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലെ ടൈലൊക്കെ കഴുകി പറ്റാവുന്നത് കഴുകി, എത്രയേ പറ്റണുള്ളൂ. വൃത്തിയാവുന്നില്ല ടൈല്. അത് പഴയ കരി പിടിച്ച അടുക്കളയിൽ ഒട്ടിച്ച ടൈലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അതിൻ്റെ പണികളൊക്കെ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. പണികൾ ഞങ്ങൾ ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് കാണിക്കുന്നത്. ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ മാത്രമാണ് ഇതിന് ടൈൽസ് ഒട്ടിക്കാനുള്ളത്. റൈറ്റ് സൈഡിൽ പഴയ ടൈൽ തന്നെ ഫ്രണ്ടിലും. അതിനൊന്നും കേടുവരുത്താതെ നമ്മൾ അടുപ്പ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഭാഗം കാണുന്ന ഭാഗം മാത്രമാണ് ടൈൽസ് വെച്ചത്. 8, 6, 10 ഇതാണ് അടുപ്പിൻ്റെ സൈസ് വരുന്നത്. ഈ സൈഡിലെ ടൈലൊക്കെ പരമാവധി പറ്റാവുന്ന രീതിയിൽ ഞങ്ങൾ കഴുകി വൃത്തിയാക്കി. പക്ഷെ എന്നാലും പൂർണ്ണമായിട്ട് വൃത്തിയാവുന്നില്ല. ടൈൽസൊക്കെ പൊട്ടി അതിൻ്റെ ഇടയിൽ കൂടെ കരിയൊക്കെ കയറിയിട്ടുണ്ട്. ഇതാണ് അടുപ്പിൻ്റെ അവസ്ഥ. ഇത് പൂർണ്ണമായ ഒരു അടുപ്പിൻ്റെ ചിത്രമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് 2 റെഡ്യൂസറുകളും 3 മൂടികളും നമ്മൾ നൽകുന്നുണ്ട്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഫിനിഷ് ചെയ്ത അവസാനത്തെ രൂപമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ സൈഡിലെ ടൈൽസിനൊന്നും യാതൊരു കുഴപ്പമില്ലാതെ ഫ്രണ്ടിൽ ഈ കാണുന്നതൊക്കെ പഴയ ടൈൽസാണ്. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കുറച്ച് ടൈൽ മാത്രം ബാക്കിലും അത് മാത്രമാണ് ഞങ്ങൾ പൊളിച്ച് മാറ്റിയിട്ടുള്ളത്. ഇത് ബോക്സ് ചെറിയ കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു, സ്ക്രാച്ച് പൊട്ടലുകളൊക്കെ ഉണ്ടായിരുന്നു. അത് മാറ്റി മൂടികൾ മാറ്റി പൈപ്പ് ക്ലീൻ ചെയ്തു. ബെൻഡിനും പൈപ്പിനൊന്നും വലിയ കുഴപ്പമില്ല, അതങ്ങനെ നിർത്തിയിരിക്കുന്നു. ഇതിൻ്റെ കളറ് പൈപ്പിൻ്റെ കരി ഉള്ളിൽ നിറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഈ കളറ് കാണുന്നത്. ഇതുപോലെയുള്ള അടുപ്പുകൾ പൊളിച്ച് പണിയുന്നതിന് തൃശ്ശൂർ ജില്ലയിൽ ഞങ്ങളുമായിട്ട് ഈ നമ്പറിൽ ബന്ധപ്പെടുക.